ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്നിവിടെ മാങ്ങയൊക്കെ കുറേ ഉണ്ടായപ്പോഴേ മാങ്ങയൊക്കെ നറുത്തിട്ട് മൂച്ചിമ്മ നല്ല മാങ്ങ ഉണ്ടായിരുന്നു. അപ്പം നല്ല 2 കിലോ മാങ്ങയായിട്ട് ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ചെയ്യാനൊരു മാങ്ങ അച്ചാർ ഇട്ടു. നമ്മളെ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ അച്ചാറാട്ടോ. ഇത് എത്ര കാലം വെച്ചാലും സൂക്ഷിച്ച് വെക്കട്ടോ. പുറത്തന്നെ ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല. അത് നമ്മൾ കയ്യിലിടുമ്പോൾ ഉണങ്ങിയ കയ്യിൽ വേറെ കുപ്പിക്ക് മാറ്റിയിട്ട് സാധാരണ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ കുപ്പിക്ക് മാറ്റിയാൽ മതി. മറ്റേ കുപ്പി നല്ലോണം അടച്ചു വെച്ച 1 വർഷം 2 വർഷം വെച്ചാലും കേടില്ല കേട്ടോ. നനഞ്ഞ കയ്യിലൊന്നും ഇടായിരുന്നു. അപ്പം നനഞ്ഞ കയ്യിലിട്ടാൽ ചീത്തയായി പോകും. ഇതിപ്പോൾ ഉണ്ടാക്കിയാണ്ട് കുപ്പിക്ക് ഒഴിച്ചാട്ടോ. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് തന്നെ. ഇങ്ങനെ മാങ്ങാച്ചാറിട്ടാൽ നല്ലൊരു ടേസ്റ്റാട്ടോ. ഇതിൽ കുറച്ച് വിനാഗിരി, അധികം കൂട്ടൊന്നും വേണ്ട. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, വിനാഗിരി, ഉലുവ, കടുക്, നല്ലെണ്ണ, കായപ്പൊടി, ഇതൊക്കെയാണ് ഇതിലേക്ക് വേണ്ടത് കേട്ടോ. കുറച്ച് കാശ്മീരി ചില്ലി, സദാ മുളക് പൊടി. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ ഉണക്കിങ്ങാണ്ടും വേണമെങ്കിൽ കേട്ടോ. ഞാനിപ്പോൾ അത് ഉണക്കിയിട്ടൊന്നുമില്ല. കുറച്ച് നേരം ഉപ്പ് തിരുമ്പി വെച്ചിട്ടേ ഒരു 10 മിനിറ്റ് ഉപ്പ് തിരുമ്പി വെച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് കേട്ടോ. ഉണക്കിയിട്ടാലും കുഴപ്പമില്ല, ഉണക്കിയിട്ടാൽ ഒന്നുകൂടി നന്നാവും. അങ്ങനെ ഗെയ്സ് കുറേ മാങ്ങ കിട്ടിയപ്പോഴേ കാറ്റൊക്കെ അടിച്ചപ്പോൾ കുറേ മാങ്ങ ചാടുകയും ചെയ്തു. പിന്നെ കുറച്ച് അറുക്കുകയും ചെയ്തു. അറുത്ത മാങ്ങ കൊണ്ട് കേട്ടോ അച്ചാറിന്. ഞാനിപ്പോൾ 2 കിലോ മാങ്ങയായിട്ട് അച്ചാറിന്. അത് നന്നായി കഴുകി വെള്ളമൊക്കെ നല്ലോണം ഒരു കൊട്ടയ്ക്ക് വാർത്ത് ഇട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു നാടൻ മാങ്ങയാണ്. നാടൻ മാങ്ങ എന്ന് പറയാൻ പറ്റില്ല, വെള്ളരി മാങ്ങ എന്ന് പറയും. അങ്ങനത്തെ ഒരു മാങ്ങയാണ്. പഴുത്താലും അത്ര മധുരം ഉണ്ടാവില്ല. അച്ചാറിടാൻ നല്ലതാണ്. അങ്ങനെ കേസ് നമുക്കിതൊക്കെ ഒന്ന് ചെത്തിങ്ങാണ്ടി അത്ര തൊലിയൊന്നും കളയണ്ട കേട്ടോ. പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണ്ട. അത്യാവശ്യം കുറച്ച് വലിപ്പം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. പറ്റ കുഞ്ഞിയതാക്കേണ്ട കാര്യമില്ല, പൊടിഞ്ഞു പോകുക. ഞാൻ കുറച്ച് വലിയ കഷ്ണമാക്കിയിട്ടാണ് നുറുക്കിക്കണം കേട്ടോ. അങ്ങനെ ഈ മാങ്ങയൊക്കെ നമുക്ക് നല്ലോണം കഴുകി അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് നല്ലോണം കഴുകണം കേട്ടോ. എന്താ വെച്ചാൽ നിലത്തൊക്കെ ചാടിയതല്ലേ കാരണം. നല്ല ചുണല്ല മാങ്ങ കേട്ടോ. അത് കഴുകിയിട്ട് കഴിയുമ്പോൾ നല്ല ചുണ. അതൊക്കെ ഒന്ന് കീറിങ്ങാണ്ടി നമുക്കൊന്ന് 4 കീറാക്കിയാണ്ടൊക്കെ ഒന്ന് പൊളിച്ച് എല്ലാതും നുറുക്കട്ടോ, നുറുക്കിയെടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ.
അങ്ങനെ ഗേസ് നമ്മുടെ മാങ്ങയൊക്കെ ചെത്തിട്ടോ. മാങ്ങയൊക്കെ ചെത്തി നമുക്ക് ഇഞ്ചി നുറുക്കാം. 2 കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായി നുറുക്കിയെടുക്കാം കേട്ടോ. നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി തൊലിച്ചെടുക്കാം. ഇതൊക്കെ ഇപ്പോൾ ഇതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അങ്ങനെ ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെളുത്തുള്ളിയൊക്കെ നമ്മൾ മാങ്ങ ഓൾറെഡി ഉപ്പൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. കുറച്ച് ഉപ്പ് തിരുമ്മി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടിടാം. അപ്പോൾ വെള്ളമൊക്കെ കയ്യിലൊന്നും ഇങ്ങനെ ഊറി വരും. അങ്ങനെ കേസ് നമ്മളെ ഇഞ്ചിയൊക്കെ നമുക്ക് നന്നായി ചെറുതാക്കിയിട്ടേ ഒന്ന് അരിഞ്ഞിട്ടേ ഒരു 12 പൊണ വെളുത്തുള്ളി കേട്ടോ. അധികം വെളുത്തുള്ളി ഒന്നും വേണ്ട, അത് മതി. ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 കഷ്ണം ഇഞ്ചി, അതൊക്കെ നമുക്കൊന്ന് ആദ്യം നുറുക്കി വെക്കാം കേട്ടോ. മാങ്ങ ചെത്തി കളഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് ഉണ്ടാക്കുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി. പിന്നെ മുളകും പൊടിയൊക്കെ റെഡിയാക്കി വെക്കുക. അത് ഉണ്ടാക്കാനുള്ള ചട്ടി ഒന്ന് റെഡിയാക്കി വെക്കുക. കുറച്ച് വലിയ ചട്ടി വേണം, 2 കിലോ ഉണ്ടാക്കണ്ടേ. അങ്ങനെ കേസ് നമ്മളെ ഇഞ്ചിയൊക്കെ അരിഞ്ഞു കേട്ടോ. നമുക്ക് വെളുത്തുള്ളിയും കൂടിയും എടുത്ത് വെക്കാം. ഒരു 12 അല്ലി വെളുത്തുള്ളി കേട്ടോ, അതാണ് ഇതിലേക്ക് എടുത്തുക്കുന്നത്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി മാങ്ങയിൽ നമ്മൾ ഉപ്പ് തിരുമ്പി ഓൾറെഡി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റൊക്കെ ആയിപ്പോൾ. ഇനി നമുക്ക് വെളുത്തുള്ളി ഞാൻ തൊലിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല, ഇങ്ങനെ തൊലിച്ചിട്ട് ഇത് അങ്ങനെ ഇട്ട് കൊടുക്കുക കാരണം. ഇനി നമുക്ക് ഞാനൊരു അലുമിനിയത്തിൻ്റെ ചട്ടി കേട്ടോ അടുപ്പത്ത് വെച്ചത്. പക്ഷേ 2 കിലോ മാങ്ങ കൊള്ളണ്ടേ, ചെറിയ ചട്ടിയൊന്നും വെച്ചിട്ടുണ്ടാവില്ലല്ലോ. അങ്ങനത്തെ ചെമ്പട്ടി വെച്ചത്. ഒരു 4 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. 4-5 ടീസ്പൂൺ നിങ്ങൾ ഒഴിച്ച് കൊടുത്തോളി. നല്ലെണ്ണ കുറച്ച് വേണം ഇതിൽ, അല്ലെങ്കിൽ എന്താ അറിയോ മാങ്ങ ചീത്തയായി പോകും. അങ്ങനെ നല്ലെണ്ണയൊക്കെ നല്ലോണം ചൂടായി വരുമ്പോഴേ നമുക്കൊരു ടീസ്പൂണ്, വലിയ ടീസ്പൂണ്, ടേബിൾ സ്പൂണിന് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുകൊക്കെ നല്ലോണം പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ വഴറ്റി റെഡിയാക്കിയിട്ട് നമുക്ക് മുളകും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ കടുക്, അല്ലെങ്കിൽ കടുക് പൊട്ടൂല. അത് പൊട്ടിയിട്ടില്ലെങ്കിൽ വേറെ ടേസ്റ്റാണ്. അങ്ങനെ നമ്മളെ കടുകൊക്കെ നല്ലോണം പൊട്ടി വരുന്നുണ്ട്. നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. മാങ്ങയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അച്ചാർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നിങ്ങൾ, എത്ര കാലമാണേലും ചീത്തയാകാതിരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വേറൊരു കുപ്പിക്ക് എടുത്തിട്ട് അത്യാവശ്യം എടുക്കാനുള്ള ചെറിയൊരു കുപ്പിക്ക് എടുക്കുക. നമ്മൾ ഒരു പൊട്ടുന്ന കുപ്പിയിൽ, ചില്ലിൻ്റെ കുപ്പിയിൽ തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കണ്ടോ. അത് നല്ല പ്ലാസ്റ്റിക് ആകുമ്പോൾ അതിൻ്റെ പുളി ഇതൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാവും. ചില്ലിൻ്റെ കുപ്പിയിൽ തന്നെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഭരണിയിൽ. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. അങ്ങനെ മാങ്ങ കുറേ ഉണ്ടെങ്കിൽ ശർക്കര മാങ്ങ ഉണ്ടാക്കാം, അങ്ങനെ അച്ചാറുണ്ടാക്കാം, മാങ്ങ കൊണ്ട് മിഠായി ഉണ്ടാക്കാം, പല വിധം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ മാങ്ങേൻ്റെ സീസണല്ലേ, ഇവിടെ കുറേ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു അച്ചാറിട്ടാണ്. അച്ചാറിട്ടാലും ആരും അങ്ങനെ വല്ലാതെ കൂട്ടുന്ന ആൾക്കാരൊന്നുമില്ല. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൂട്ടാലോ. അങ്ങനെ വേപ്പിൻ്റെ ഇട്ട് കൊടുക്കും. നമ്മൾ നെയ്ച്ചോറിൻ്റെ ബിരിയാണിൻ്റെ കൂടെ ഒരു അച്ചാർ വേണമെന്ന് തോന്നിയാലേ, ചിലർക്ക് നല്ലോണം അച്ചാർ വേണ്ടി വരും, ചിലർ അച്ചാർ വേണ്ടി വരില്ല, അങ്ങനെയൊക്കെയല്ലേ. അങ്ങനെ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നല്ലോണം അതൊക്കെ ഒന്ന് ചോന്ന് വരുമ്പോഴേ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ടീസ്പൂൺ കാശ്മീരി ചില്ലി മാത്രം വേണമെങ്കിൽ അത് ചേർത്തോളൂ കേട്ടോ. ഞാൻ മുളക് എരിവിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ സദാ മുളക് പൊടി, നമ്മൾ വീട്ടിൽ പൊടിച്ച മുളക് പൊടി ചേർത്തിട്ട് അത് 2 കൂടിയും കൂട്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾ കാശ്മീരി മാത്രം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എരി അധികം വേണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ചെറിയൊരു എരിവുണ്ടാകുമ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ഞാനിപ്പോൾ 2 ടീസ്പൂൺ നമ്മൾ വീട്ടിൽ പൊടിച്ച മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. അത്യാവശ്യം എരിയുണ്ട്. പിന്നെ 2-3 ടീസ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ തിരുമ്പിയ മാങ്ങണ്ടേ, അതൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ വെള്ളം കോരി വന്നിട്ട് ഇട്ട് കൊടുക്കുന്നത്.
ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അത്യാവശ്യം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ അതൊക്കെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഉലുവയും കുറച്ച് കായം കൂടിയും പൊടിച്ച പൊടി ഉണ്ട് കേട്ടോ, അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് രണ്ടും കൂടിയും വറുത്ത് കാണ്ടി ഞാൻ മിക്സിയുടെ ജാറിൽ പൊടിച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ വളരെ ടേസ്റ്റിയും കല്യാണ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി ടേസ്റ്റിയായ മാങ്ങച്ചാറ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓർന്നില്ലേ നിങ്ങൾക്ക്? ഈ അച്ചാർ കാണുമ്പോൾ തന്നെ തൊള്ളിയിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റാട്ടോ. വെള്ളമൊന്നും അധികം ഒഴിക്കണ്ട, കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണ്ടോ. ഞാനിപ്പോൾ 2-3 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം കൈ തന്നെ ഉണ്ടാവും, നമ്മൾ ആ ഉപ്പ് തിരുമ്പിയ വെള്ളം. അത് ഈ കടന്ന് 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചെറിയ തീരൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ലാസ്റ്റ് കായം ഉലുവയും പൊടിച്ചാട്ടത് മിക്സിയുടെ ജാറിൽ 2 ടീസ്പൂൺ ഉണ്ട്. അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമ്മളെ ഏറ്റവും ടേസ്റ്റിയായ മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ മാങ്ങച്ചാറിൻ്റെ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ചോദിക്കും കൂട്ടാൻ, അത് മാത്രം കൂട്ടിയിട്ട് കഴിക്കാം. നല്ലൊരു ടേസ്റ്റാണ്, വലിയ പുളിയില്ല, തോലും കൂടി ഉണ്ടാവുകൊണ്ട് പാകത്തൊരു പുളി. അതിൻ്റെ ഉലുവൻ്റെയും കായത്തിൻ്റെയും മുളകും പൊടിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും ഒക്കെ അങ്ങോട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. മൂക്കിൽ തുളച്ച് കയറുന്ന മണം, അച്ചാറിൻ്റെ മണം കേട്ടോ. കാണാനും നല്ലതാണ്, കഴിക്കാനും നല്ലതാണ്. നിങ്ങൾ മാങ്ങയൊക്കെ എല്ലാവരും സീസണാണല്ലോ. അപ്പോൾ അങ്ങനെ മാങ്ങയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് അച്ചാറുണ്ടാക്കിയിട്ടേ ഒന്ന് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. അങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ ലൈക്ക് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുള്ളൂ. എല്ലാ കൂട്ടുകാർക്കും അല്ലേ. ഞാനിപ്പോൾ 2 കിലോത്തിൻ്റെ ഒരു കുപ്പിയിൽ ഇതാക്കി വെക്കുന്നുണ്ട് കേട്ടോ. നല്ല കറക്റ്റ് അളവാണ്, അധികം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടേ. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ, അപ്പോഴാണ് ഒക്കെ ഒന്നതിൽ പിടിച്ചിട്ടുണ്ടാവും നല്ലോണം. അങ്ങനെ കേസ് നമ്മളെ വളരെ ടേസ്റ്റിയായ കല്യാണ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ ഇപ്പോൾ കുപ്പിയിലാക്കിയതാട്ടോ. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കണേ. താങ്ക് യു, നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി വരാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്. അടുത്ത വീഡിയോയുമായി വരാം. താങ്ക്സ്.